എല്ലാവർക്കും സ്വാതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചക്ക എലിശ്ശേരി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചക്ക അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ്. അവർക്ക് ആദ്യം ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എലിശ്ശേരി വെച്ചു. അതത്ര മൂത്തിട്ടില്ല. നന്നായിട്ട് മൂത്താലാണ് കുറച്ചും കൂടി എലിശ്ശേരിക്ക് നല്ലത്. എന്നാലും ഇത് എലിശ്ശേരി ഉണ്ടാക്കുകയാണ്. മൂപ്പായിട്ടില്ല. അപ്പം അത് ചുളയൊക്കെ ഒന്ന് പറിച്ച് കുരും ചുളയൊക്കെ കൂടിയിട്ട് മുറിച്ച് നമുക്കൊന്ന് അടുപ്പത്ത് വയ്ക്കാം. ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1 ഗ്ലാസ്സും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇന്ന് വിറകടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള നാളികേരം, ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് ജീരകം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരയൊന്നും വേണ്ട, ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ അത് തിളച്ച് നന്നായിട്ട് കഷ്ണവും തേങ്ങയും എല്ലാം കൂടി ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള വറവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചുവക്കെ വറക്കണം. അതാണ് എലിശ്ശേരിയുടെ ടേസ്റ്റ്. അപ്പം ഈ ഒരു പാകത്തിൽ നമുക്ക് ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ചക്ക റെഡി ആയിട്ടുണ്ട്.